അങ്ങനെയാണെങ്കിൽ സുധാകരൻ്റെ മനസ്സിൽ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാകും. ഇപ്പോൾ ടി.ഒ. മോഹനൻ എന്നൊരു സ്ഥാനാർത്ഥിയാണ് കെ.സി. വേണുഗോപാലിൻ്റെ മനസ്സിൽ കണ്ണൂരുള്ളത്. കാരണം കണ്ണൂർക്കാരനാണ് വേണുഗോപാൽ. അപ്പോൾ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിയെ സുധാകരൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സുധാകരൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ നിർത്തി കിട്ടിയാൽ ചിലപ്പോൾ സുധാകരൻ ശാന്തനാകും എന്ന് തോന്നുന്നു. അങ്ങനെയാണോ നിലാണ്ട? അല്ല, അത് ലളിതല്ല. ഈ കണ്ണൂര് സുധാകരൻ പിടിക്കുന്നത് പല തരത്തിലുള്ള വല എറിഞ്ഞുകൊണ്ട് ഒരു വലയല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ഇപ്പം ഇത്തിരി ടെൻഷനുള്ളൊരു സ്ഥലം, പഴയ പോലെയല്ല. വലിയ കണ്ണൂർ അങ്ങോട്ട് വിഭാഗീയത, കുറുമുന്നണി, ശൈലജ ടീച്ചർ, വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങി മധുസൂദനൻ, അങ്ങനെ ആകെ കലങ്ങി മറഞ്ഞൊരു അവസ്ഥയുള്ളൂ. നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പോലും വലിയ തോതിൽ വോട്ട് പിടിച്ച ആളാണ് സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേറൊരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ സുധാകരന് കണ്ണൂരിലെ കോൺഗ്രസ്സുകാരിൽ മാത്രമല്ല വലിയൊരു തോതിൽ ആന്റി മാർക്സിസ്റ്റ് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. സുധാകരൻ നിന്നാൽ BJP-യുടെ വോട്ട് പോലും സുധാകരന് കിട്ടുന്ന ഒരവസ്ഥ കണ്ണൂരുണ്ടെന്ന്. കാരണം കോൺഗ്രസ് CPM-നെതിരായി മുന്നിലുള്ള മുഖമാണ്. അപ്പോൾ സുധാകരന് പല ബാർഗൈനുണ്ട്. പക്ഷെ കേരളം എന്ന് പറഞ്ഞാൽ പിണറായിയും ആളുകൾ കണക്കാക്കുന്ന പോലെ കണ്ണൂർ മാത്രമല്ല. കണ്ണൂരിന് തെക്കോട്ടും കുറച്ച് വടക്കോട്ടും കേരളമുണ്ട്. ആ കാര്യം CPM ഇപ്പോൾ പതുക്കെ മനസ്സിലാക്കി വരികയാണ്. കോൺഗ്രസ്സിൽ സുധാകരൻ ഇപ്പോഴും കണക്കാക്കുന്നത് കണ്ണൂർ കോൺഗ്രസ് ആണ്, കോൺഗ്രസ് എന്നാണ്. അതിന് അവർക്ക് കാരണങ്ങളുണ്ട്. കാരണം അവരാണ് ജീവിതത്തിൽ ജീവൻ കൊടുത്തിട്ടാണ് നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് വരിയല്ല. പ്രസംഗിച്ചോണ്ടോ സോഷ്യൽ മീഡിയയിൽ ചീത്ത പറഞ്ഞുകൊണ്ടൊന്നും അവിടെ നടക്കില്ല. അവിടെ കഴുത്തു പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.